സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, കേരളവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം, കേരളത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതല ഏറ്റത് ആര് എന്നാണ് ചോദ്യം. കേരളത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതല ഏറ്റത് ആര് എന്നതാണ് ചോദ്യം. ഉത്തരം ശാരദാ മുരളീധരൻ. ശാരദാ മുരളീധരനാണ് കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത്. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ അടുത്ത കാലത്ത് വിഴിഞ്ഞം തുറമുഖത്ത് എത്തുകയുണ്ടായി. കപ്പലിൻ്റെ പേരാണ് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിച്ചേർന്ന ചരക്ക് കപ്പലിൻ്റെ പേര്. ഉത്തരം ഡെയ്ല ആണ്. ഡെയ്ല ആണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയായ ഡെയ്ല ആണ് ഉത്തരം. മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന ഉത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നതാണ് ചോദ്യം. ഉത്തരം ഇടുക്കി സ്വദേശിയായിട്ടുള്ള CD രവീന്ദ്രൻ നായരാണ്. CD രവീന്ദ്രൻ നായർക്കാണ് കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ കേസരി പുരസ്കാരം ലഭിച്ചത് PT സുഷമയ്ക്കാണ്. കേസരി പുരസ്കാരം ലഭിച്ചത് PT സുഷമയ്ക്കാണ്. 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം ലഭിച്ചത് TV രാധാകൃഷ്ണൻ. കൃഷി വകുപ്പിൻ്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം ലഭിച്ചത് TV രാധാകൃഷ്ണൻ. ഇനി 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ നോവൽ ഏത് എന്നാണ് ചോദ്യം. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ ഹരിദാസ് സാവിത്രിയുടെ നോവൽ ഏത് എന്നാണ് ചോദ്യം. ഹരിദാസ് സാവിത്രിയാണ് പുരസ്കാരത്തിന് അർഹയായത്. ഹരിദാസ് സാവിത്രിയുടെ നോവലിൻ്റെ പേര് സിൻ ആണ്. സിൻ ആണ് ഉത്തരം. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ്, നോവലാണ് സിൻ. 75,000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, പൊള്ളോക്ക് ക്രാസ്നർ ഫൗണ്ടേഷൻ്റെ 2024 വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാൻഡ് ലഭിച്ച മലയാളി ചിത്രകാരൻ ആര് എന്നാണ് ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ക്രാസ്നർ ഫൗണ്ടേഷൻ്റെ 2024 വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാൻഡ് ലഭിച്ച മലയാളി ചിത്രകാരൻ ആര് എന്നതാണ് ചോദ്യം. ഉത്തരം പ്രദീപ് പുത്തൂരാണ്. പ്രദീപ് പുത്തൂരാണ് പൊള്ളോക്ക് ക്രാസ്നർ ഫൗണ്ടേഷൻ്റെ 2024 വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാൻഡ് പുരസ്കാരം ലഭിച്ചത്. പുരസ്കാര തുക $2 ലക്ഷം ആണ്. അതായത് 17 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ഇനി കേരളവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, NE ബാലകൃഷ്ണൻ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത്. NE ബാലകൃഷ്ണൻ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം MT വാസുദേവൻ നായർക്കാണ്. 1 ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി ഈ വർഷത്തെ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് കേരളത്തിൻ്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന KS ചിത്രയ്ക്കാണ്. ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ച ഗായിക ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം KS ചിത്രയാണ്. 2 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി പുതിയ DGP ആയി സ്ഥാനക്കയറ്റം കിട്ടിയത് മുൻ വിജിലൻസ് മേധാവിയായിരുന്ന യോഗേഷ് ഗുപ്ത. പുതിയ DGP ആയി ചുമതലയേറ്റത് യോഗേഷ് ഗുപ്ത. കേരളത്തിന് DGP ആയി ചുമതലയേറ്റത് യോഗേഷ് ഗുപ്ത. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര മന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് കുര്യൻ. മധ്യപ്രദേശിൽ നിന്ന് എതിരില്ലാതെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര മന്ത്രിയാണ് ജോർജ് കുര്യൻ. മലയാളി കൂടിയായ ജോർജ് കുര്യനാണ് ഉത്തരം. സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം ലഭിച്ച മലയാള സിനിമ നടനാണ് മോഹൻലാൽ. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച മലയാള നടനാണ് മോഹൻലാൽ. മുഖ്യമന്ത്രിയാണ് പുരസ്കാരം നൽകിയത്. ദേശീയ കായിക വേദിയുടെ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദ്യം. ദേശീയ കായിക വേദിയുടെ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അടുത്ത കാലത്ത് വിരമിക്കാനായ ഹോക്കി താരം PR ശ്രീജേഷാണ് ഉത്തരം. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ കായിക പുരസ്കാരം ലഭിച്ച ഹോക്കി താരമാണ് PR ശ്രീജേഷ്. ഇനി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ജൈവ വൈവിധ്യ പരിപാലന സമിതിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ഏത് എന്നാണ് ചോദ്യം. ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തൃശ്ശൂരിലെ ശാന്തിപുരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത്. തൃശ്ശൂരിലെ ശാന്തിപുരം ശ്രീനാരായണ ഗ്രാമപഞ്ചായത്താണ് മികച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, പ്രൊഫസർ NP മന്മഥൻ സാഹിത്യ പുരസ്കാരം ലഭിച്ച പ്രൊഫസർ T പത്മനാഭൻ 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി കേരള സൂപ്പർ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന വേദി ഏത് എന്നാണ് ചോദ്യം. കേരള സൂപ്പർ ലീഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന വേദി ഏത് എന്നാണ് ചോദ്യം. കേരള സൂപ്പർ ലീഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന വേദി തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണ് ഉത്തരം. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണ് ഉത്തരം. ഇനി അടുത്ത ചോദ്യം, ദീർഘദൂര കുതിരയോട്ട മത്സരത്തിൽ റെക്കോർഡിട്ട മലയാളി ആര് എന്നാണ് ചോദ്യം. ദീർഘദൂര ഓട്ടത്തിൽ റെക്കോർഡിട്ട മലയാളി ആര് എന്നാണ് ചോദ്യം. ദീർഘദൂര കുതിരയോട്ടത്തിൽ റെക്കോർഡിട്ട മലയാളി ആര് എന്നാണ് ചോദ്യമെങ്കിൽ നിത അഞ്ചു ആണ്. നിത അഞ്ചു ആണ് ദീർഘദൂര കുതിരയോട്ട മത്സരത്തിൽ റെക്കോർഡിട്ടു. ഇനി ഏഴിമല നാവിക അക്കാദമിയുടെ കമാൻഡറായി ചുമതലയേറ്റത്. ഏഴിമല നാവിക അക്കാദമിയുടെ കമാൻഡറായി ചുമതലയേറ്റത് ആര് എന്നാണ് ചോദ്യം. മുമ്പ് പറഞ്ഞിട്ടുള്ള ചോദ്യം തന്നെയാണ്. പ്രവീൺ കുമാറാണ്. വൈസ് അഡ്മിറലായിട്ടുള്ള CR പ്രവീൺ കുമാറാണ് ഏഴിമല ഇന്ത്യൻ നാവൽ അക്കാദമിയുടെ കമാൻഡിംഗ് ഓഫീസറായി ചുമതലയേറ്റത്. ഇനി ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിൽ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിൽ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ജിൻസൺ ആൻഡ് ചാൾസ്. ജിൻസൺ ആൻഡ് ചാൾസ് ആണ് ഓസ്ട്രേലിയൻ ഒരു പ്രാദേശിക സർക്കാരിൽ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി അടുത്തത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ഏത് എന്നാണ് ചോദ്യം. ഇന്ത്യ വിക്ഷേപിച്ച പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഷൻ റൂമി 2024. മിഷൻ റൂമി 2024 പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ്. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റിൻ്റെ പേര് മിഷൻ റൂമി 2024. മിഷൻ റൂമി 2024. ഇനി മിത്രശക്തിയുടെ 2ാം പതിപ്പിന് സമാപനം കുറിച്ചത് എവിടെ എന്നാണ് ചോദ്യം. മിത്രശക്തിയുടെ 2 ആഴ്ച നീണ്ടുനിന്ന 10ാം പതിപ്പ് സമാപിച്ചത് എവിടെ എന്നാണ് ചോദ്യം. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയാണ് മിത്രശക്തി. ആ മിത്രശക്തി സമാപനം കുറിച്ചത് എവിടെ, ശ്രീലങ്കയിൽ എവിടെ സമാപനം കുറിച്ചു എന്ന് ചോദിച്ചാൽ സ്ഥലത്തിൻ്റെ പേര് മധുരു ഓയ ആണ്. മധുരു ഓയ പട്ടാള പരിശീലന സ്കൂളിലാണ് അത് സമാപിച്ചത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി ചുമതലയേറ്റ IAS ഉദ്യോഗസ്ഥനെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി ചുമതലയേറ്റത് ആര് എന്നാണ് ചോദ്യം. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി ചുമതലയേറ്റത് ആര് എന്ന് ചോദിച്ചാൽ ഗോവിന്ദ് മോഹനാണ്. ഗോവിന്ദ് മോഹനാണ് പുതിയ ആഭ്യന്തര സെക്രട്ടറിയായി ചുമതലയേറ്റത്. ഇനി സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്ന ചാന്ദ്രവിസ്മയം ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായത് ഏത് സമയത്ത് അല്ലെങ്കിൽ ഏത് ഡേറ്റ് എന്നാണ് ചോദ്യം. സൂപ്പർ മൂൺ അല്ലെങ്കിൽ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം പ്രത്യക്ഷപ്പെട്ടത് ഏത് ദിവസം എന്നാണ്. ഓഗസ്റ്റ് 19 ബ്ലൂ മൂൺ അല്ലെങ്കിൽ സൂപ്പർ മൂൺ എന്ന പ്രതിഭാസം ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് സ്ഥാപിതമായത് എവിടെയെന്നാണ് ചോദ്യം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് സ്ഥാപിതമായത് എവിടെയെന്നാണ് ചോദ്യം. ഉത്തരം ബാംഗ്ലൂരിലാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് സ്ഥാപിതമായത് ബാംഗ്ലൂർ. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO വികസിപ്പിച്ചെടുത്ത
പേടകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നത് ISRO രൂപവൽക്കരിച്ച പേടകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് ആ വാഹനത്തിന് പേര്. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, അതായത് SSLV ആണ്. 3ാം വിക്ഷേപണവും വിജയമായിട്ടാണ് കലാശിച്ചത്. ഇന്ത്യയുടെ പുതിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറായി ചുമതലയേറ്റത് ആരെന്ന് ചോദ്യം. ഇന്ത്യയുടെ പുതിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറായി ചുമതലയേറ്റത് ആരെന്ന് ചോദിച്ചാൽ രാഹുൽ നവീനാണ് പുതിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ. രാഹുൽ നവീനാണ് പുതിയ എൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ED ഡയറക്ടർ. പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിതനായത്. പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ രാജേഷ് കുമാർ സിംഗ് ആണ്. രാജേഷ് കുമാർ സിംഗ് ആണ് പുതിയ പ്രതിരോധ സെക്രട്ടറിയായി നിയമിതൻ. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തത്. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് നരേന്ദ്രമോദി. 1991 ഉക്രൈൻ സ്വതന്ത്രമായ ശേഷം അവിടം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ് ചോദ്യം. 1991 ഉക്രൈൻ സ്വതന്ത്രമായ ശേഷം അവിടം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ് ചോദ്യം. ഉത്തരം നരേന്ദ്രമോദിയാണ്. 45 വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇനി ഏഷ്യയിലെ ഏറ്റവും സമ്പന്ന ഗ്രാമമെന്ന ഖ്യാതി സ്വന്തമാക്കിയത് ഗുജറാത്തിലെ മതാപർ ഗ്രാമമാണ്. ഗുജറാത്ത് കച്ച് ജില്ലയിലെ മതാപർ ഗ്രാമമാണ് ഏഷ്യയിലെ സമ്പന്ന ഗ്രാമമെന്ന ഖ്യാതി സ്വന്തമാക്കി. ഇനി പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദ്യം. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനമാണ്. ഉത്തരം 2ാം സ്ഥാനമാണ്. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനം. ഇനി ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി INS അരിഖാത്ത് വിശാഖപട്ടണത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് കമ്മീഷൻ ചെയ്തത്. ഇനി സുനിത വില്യംസിനെയും ബുച്ച് വിൽറോമിനെയും ബഹിരാകാശത്ത് എത്തിച്ച പേടകം ഏത് എന്നാണ് ചോദ്യം. സുനിത വില്യംസിനെയും ബുച്ച് വിൽറോമിനെയും ബഹിരാകാശത്ത് എത്തിച്ച ബോയിങ്ങിൻ്റെ സ്റ്റാർലൈൻ പേടകമാണ്. സുനിത വില്യംസിനെയും ബുച്ച് വിൽറോമിനെയും ബഹിരാകാശത്ത് എത്തിച്ച് പേടകം തിരികെ ഭൂമിയിലെത്തുകയുണ്ട്. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDOയുടെ ഡയറക്ടർ ജനറലായി പുതിയ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആര് എന്നതാണ് ചോദ്യം. DRDOയുടെ പുതിയ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആര് എന്നാണ് ചോദ്യം. ഡോക്ടർ K. രാജലക്ഷ്മി മേനോനാണ്. DRDOയുടെ പുതിയ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത്. ക്രൊയേഷ്യയിലെ ഇന്ത്യയുടെ സ്ഥാനപതിയായി ചുമതലയേറ്റത് ആര് എന്നാണ് ചോദ്യം. ക്രൊയേഷ്യയിലെ ഇന്ത്യയുടെ സ്ഥാനപതിയായി ചുമതലയേറ്റത് രാജിവെച്ച മുൻ ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള അരുൺ ഗോയലാണ്. ഉത്തരം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി രാജിവെച്ച ഇലക്ഷൻ കമ്മീഷണറാണ് അരുൺ ഗോയൽ. അദ്ദേഹമാണ് ക്രൊയേഷ്യയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേൽക്കുന്നത്. ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ചോദ്യം. ഏഷ്യൻ കൗൺസിൽ ഒളിമ്പിക്സ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് രൺധീർ സിംഗ് ആണ്. ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് രൺധീർ സിംഗ്. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൻ്റെ ഭാഗമായുള്ള സ്വർണ്ണ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാണ് ചോദ്യം. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൻ്റെ ഭാഗമായുള്ള സ്വർണ്ണ ശേഖരത്തിൽ 9ാം സ്ഥാനത്തുള്ള രാജ്യം ആണ് ഇന്ത്യ. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം ഏകദേശം 70,000 കോടിയോട് അടുക്കുന്നു. ഇനി ഹുറൂൺ ഇന്ത്യ
സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി? ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഗൗതം അദാനിയാണ്. ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് അദാനി ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള ഗൗതം അദാനിയാണ്. 11.6 ലക്ഷം കോടി രൂപയുടെ ആസ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. ഇനി ബ്രൂണെ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി. ഇനി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനായി ന്യൂഡൽഹിയിലെത്തിയ അബുദാബി കിരീടാവകാശി ആരെന്നാണ് ചോദ്യം. ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ. ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് അബുദാബി കിരീടാവകാശിയായിട്ടുള്ള ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി ന്യൂഡൽഹിയിൽ എത്തിച്ചേർന്നത്. അടുത്തത് ലോകവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളാണ്. അതിലാദ്യത്തെ ചോദ്യം, ഭരണഘടനാ കോടതി പുറത്താക്കിയ തായ്ലൻഡ് പ്രധാനമന്ത്രി ആര് എന്നാണ് ചോദ്യം. ഭരണഘടനാ കോടതി പുറത്താക്കിയ തായ്ലൻഡ് പ്രധാനമന്ത്രിയാണ് ശ്രേത്ത തവിസ്. ശ്രേത്ത തവിസ്. ഇനി പുതിയ തായ്ലൻഡ് പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെയ്ത്തോങ് താൻ ഷിനാവത്ര. പുതിയ തായ്ലൻഡ് പ്രധാനമന്ത്രിയാണ് പെയ്ത്തോങ് താൻ ഷിനാവത്ര. പെയ്ത്തോങ് താൻ ഷിനാവത്ര പുതിയ തായ്ലൻഡ് പ്രധാനമന്ത്രി. യുവേഫ സൂപ്പർ കപ്പിൽ കിരീടം നേടിയത്. യുവേഫ സൂപ്പർ കപ്പ് കിരീടം ഫുട്ബോൾ കിരീടം നേടിയത്. യുവേഫ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് റയൽ മാഡ്രിഡ് ആണ്. റയൽ മാഡ്രിഡ് ആണ് യുവേഫ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത്. സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ കിരീടം നേടിയത്. സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം കിരീടം നേടിയത് സീഡ് യാനിക് സിനർ. സീഡ് യാനിക് സിനർ. ഇനി അതിൽ ലോക വനിതാ 2ാം നമ്പർ താരം ആര്യാന സബലേങ്കയാണ് ജേതാക്കൾ. സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ 1ാം സീഡ് യാനിക് സിനറും ലോക വനിതാ 2ാം നമ്പർ താരം ആര്യാന സബലേങ്കയുമാണ് ജേതാക്കളായിട്ടുള്ളത്. ഇനി ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രീ കിരീടം നേടിയത്. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രീ കിരീടം നേടിയത്. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രീ കിരീടം നേടിയത് മാക്ലറിൻ്റെ ലാൻഡോ നോറിസ്. ലാൻഡോ നോറിസിനാണ് കിരീടം നേടിയത്. മാക്ലറിൻ്റെ ലാൻഡോ നോറിസിനാണ് ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രീ കിരീടം. ഇനി പോൾ വാൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്തത് ആരെന്നാണ് ചോദ്യം. പോൾ വാൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്ത് കിരീടം നേടിയത് അർമാൻഡ് ഡുപ്ലാൻറ്റിസ്. അർമാൻഡ് ഡുപ്ലാൻറ്റിസ് സിലൻസിയ. അർമാൻഡ് ഡുപ്ലാൻറ്റിസ് സിലൻസിയാണ് പോൾ വാൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്ത് ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 6.26 മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത്. ICC ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷ. ICC ക്രിക്കറ്റിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷാണ്. UAE നടക്കുന്ന 2020 വനിതാ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ അംഗങ്ങളായ മലയാളികൾ ആരെല്ലാം എന്നാണ് ചോദ്യം. UAE നടക്കുന്ന 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൽ അംഗങ്ങളായ മലയാളി താരങ്ങൾ ആരെല്ലാം എന്ന് ചോദിച്ചാൽ സജിന സജീവനും ആശാ ശോഭനും. സജിന സജീവൻ ആൻഡ് ആശാ ശോഭന. സജിന സജീവനും ആശാ ശോഭനയുമാണ് 2020 വനിതാ ക്രിക്കറ്റ് കപ്പിൽ ഇന്ത്യൻ ടീമിനായി കളിക്കുന്ന മലയാളി വനിതാ താരങ്ങൾ. ഇനി ഭിന്നശേഷിക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കം അറിയപ്പെടുന്നത് പാരാലിമ്പിക്സ്. പാരാലിമ്പിക്സ് നടക്കുന്നത് പാരീസിൽ. ഭിന്നശേഷിക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമാണ് പാരാലിമ്പിക്സ്. പാരാലിമ്പിക്സ് പാരീസിലാണ് നടക്കുന്നത്. ഇനി പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. പാരാലിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ നെതർലൻഡ്സിൻ്റെ താരം. പാരാലിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ നെതർലൻഡ്സ് താരമാണ് കരോളിൻ ഗ്രൂട്ടിൻ. കരോളിൻ ഗ്രൂട്ടിനാണ് പാരാലിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയത്. വനിതാ സൈക്കിൾ ടൈം ട്രയൽ ഇനത്തിലാണ് കരോളിൻ ജേതാവായത്. പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങൾ. പാരാലിമ്പിക്സിൽ 1ാം സ്ഥാനം നേടിയത് ചൈനയാണ്. പാരാലിമ്പിക്സിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ചൈനയാണ്. 50 വെങ്കലവും
76 വെള്ളിയും 94 സ്വർണവും ഉൾപ്പെടെ 220 മെഡലുകളുമായാണ് ചൈന ഒന്നാം സ്ഥാനത്തെത്തിയത്. ഇനി 49 സ്വർണവും 44 വെള്ളിയും 31 വെങ്കലവും ഉൾപ്പെടെ 124 മെഡലുകളുമായി ബ്രിട്ടനാണ് രണ്ടാം സ്ഥാനത്ത്. പാരാലിമ്പിക്സിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് ബ്രിട്ടനാണ്. ഇനി 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 29 മെഡലുകളുമായി ഇന്ത്യയുടെ സ്ഥാനം 18 ആണ്. ഒന്നാം സ്ഥാനം ചൈന, രണ്ടാം സ്ഥാനം ബ്രിട്ടൻ, 18ാം സ്ഥാനം ഇന്ത്യ. ഇത്രയുമാണ് പാരാലിമ്പിക്സ് എന്നോട് പറയാനുള്ളത്. ഫുട്ബോൾ കരിയറിൽ 900 ഗോൾ തികച്ച പോർച്ചുഗൽ താരം. ഇനി ഫുട്ബോൾ കരിയറിൽ 900 ഗോൾ തികച്ച പോർച്ചുഗൽ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഫുട്ബോൾ കരിയറിൽ 900 ഗോൾ തികച്ച താരം. ഇംഗ്ലണ്ടിനായി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ, ഏകദേശം 34 ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയ താരം ആരെന്ന് ചോദിച്ചാൽ ജോ റൂട്ടാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനായി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയ റെക്കോർഡിട്ട് ജോ റൂട്ട്. 2020 ലോക 1-ാം നമ്പർ താരമായിട്ടുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇംഗ്ലീഷ് ബാറ്റർ ആരെന്ന ചോദ്യം. ഉത്തരം ഡേവിഡ് മലാൻ. ഡേവിഡ് മലാനാണ് 2020 ക്രിക്കറ്റിലെ മുൻ ലോക റാങ്കുകാരനായ ഇംഗ്ലീഷ് ബാറ്റർ. 7 സെഞ്ചുറികൾ 7 എതിരാളികൾക്കെതിരെ നേടിയ റെക്കോർഡിട്ട ഇംഗ്ലീഷ് ബാറ്റർ. 7 സെഞ്ചുറികൾ 7 എതിരാളികൾക്കെതിരെ നേടി റെക്കോർഡിട്ട ഇംഗ്ലീഷ് ബാറ്റർ ആരെന്ന് ചോദിച്ചാൽ 147 വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് ഒലി പോപ്പാണ് ഉത്തരം. ഒലി പോപ്പാണ് ഉത്തരം. 147 വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യത്തെ 7 സെഞ്ചുറികൾ 7 എതിരാളികൾക്കെതിരെ നേടിയ റെക്കോർഡിട്ട ഇംഗ്ലീഷ് ബാറ്ററാണ് ഒലി പോപ്പ്. ഡൂറന്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരെന്നാണ് ചോദ്യം. ഡൂറന്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ഉത്തരം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. കോണ്ടിനെൻ്റൽ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ. ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ സിറിയയാണ്. ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ സിറിയ. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച ഉറുഗ്വായ് സൂപ്പർ താരം. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച ഉറുഗ്വായ് സൂപ്പർ താരം ലൂയി സുവാരസ്. ലൂയി സുവാരസ് ആണ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച ഉറുഗ്വായ് സൂപ്പർ താരം. ഇനി US ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയത്. US ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയത് ആര്യാന സബലെങ്ക. US ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയത് ആര്യാന സബലെങ്ക. US ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ. യാനിക് സിന്നർ. US ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയ ലോക 1-ാം നമ്പർ സീഡുമായ താരമാണ് യാനിക് സിന്നർ. ഇനി പ്രധാന നിര്യാണങ്ങളാണ്. ഒന്ന് VP മോഹൻകുമാറാണ്. VP മോഹൻകുമാറാണ്. അദ്ദേഹം കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ്. സംസ്ഥാന മനുഷ്യാവകാശ ചെയർമാൻ കൂടിയായിരുന്നു VP മോഹൻകുമാർ. മരിയ ബെന്നസ് മൊറേറ. മരിയ ബെന്നസ് മൊറേറ അവർ ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയാണ് മരിയ ബ്രെന്യാസ് മൊറേറ. മരിയ ബ്രെന്യാസ് മൊറേറ 117 വയസ്സിലാണ് അവർ അന്തരിക്കുന്നത്. രാകേഷ് പാൽ, അടുത്ത കാലത്ത് വന്നിരിക്കേണ്ട രാകേഷ് പാൽ, അദ്ദേഹം ബന്ധപ്പെട്ട് തീര സംരക്ഷണ സേന ഡയറക്ടർ ജനറലായിരുന്നു രാകേഷ് പാൽ. തീര സംരക്ഷണ സേന ഡയറക്ടർ ജനറലായിരുന്നു രാകേഷ് പാൽ. ഇനി സുന്ദരരാജൻ പത്മനാഭൻ കരസേന മുൻ മേധാവിയാണ്. സുന്ദരരാജൻ പത്മനാഭൻ കരസേന മുൻ മേധാവിയാണ് സുന്ദരരാജൻ പത്മനാഭൻ. ഇനി സീതാറാം യെച്ചൂരി CPM ജനറൽ സെക്രട്ടറി ആയിരുന്നു. 32 വർഷമായി പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. 2005 മുതൽ 2017 വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു. ഇനി AG നുറാനി ബന്ധപ്പെട്ടത് ഭരണഘടനാ വിദഗ്ധനും നിയമജ്ഞനുമായിരുന്നു, എഴുത്തുകാരനുമായിരുന്നു AG നുറാനി. ഭരണഘടനാ വിദഗ്ധനും നിയമജ്ഞനും എഴുത്തുകാരനുമായിരുന്നു AG നുറാനി. AP കോമള ചെന്നൈയിൽ വെച്ച് അന്തരിക്കുകയുണ്ടായി. AP കോമള പിന്നണി ഗായികയാണ്. AP കോമള. ഡെൻസിൽ കീലോർ ബന്ധപ്പെട്ട മേഖല.
ഡെൻസിൽ കിലോർ ബന്ധപ്പെട്ട മേഖല. 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ സൈബർ വിമാനം വെടിവെച്ചിട്ട് വീരചക്ര പുരസ്കാരം നൽകി ആദരിച്ച എയർ മാർഷലാണ് ഡെൻസിൽ കിലോർ. 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ സൈബർ വിമാനം വെടിവെച്ചിട്ട് വീരചക്ര പുരസ്കാരം നൽകി ആദരിച്ച എയർ മാർഷലാണ് ഡെൻസിൽ കിലോർ. ഇത്രയുമാണ് സെപ്റ്റംബർ മാസത്തെ പ്രധാന കറണ്ട് അഫയേഴ്സ്. നന്ദി, നമസ്കാരം.